ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാനും ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ആഴ്ചയിൽ ദൈവത്തെ മഹത്വീകരിപ്പാനും ദൈവവചനം കേൾക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്ന ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് തൻ്റെ കൃപയാൽ നമ്മെ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളിലൂടെ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി, കോട്ടയായി, ഞങ്ങളുടെ ആശ്രയമായി, വഴികാട്ടിയായി കൂടിയിരിക്കുന്ന സർവ്വലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവം, ഞങ്ങളുടെ പ്രിയ മക്കളായ ഞങ്ങളെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിവല്ല, ശക്തിയല്ല, ബുദ്ധിയല്ല, ദൈവം നൽകിയ നല്ല ദാനങ്ങൾ, നല്ല നന്മകൾ, അതൊക്കെ അനുഭവിക്കേണ്ട ഭാഗ്യം ദൈവം നൽകുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവെ, കഴിഞ്ഞ മാസക്കാലം ദൈവത്തിന്റെ സഹായം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ അപ്പ. ഈ വർഷത്തിന്റെ 10ാമത്തെ മാസം നന്ദി പിതാവെ. ഈ ഒക്ടോബർ മാസം കർത്താവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഈ 6-ാം തീയതി കർത്താവെ, ദൈവം അവിടുത്തെ മാറ്റമില്ലാത്ത ദൈവവചനം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സാമൂഹിക ജീവിതത്തിനും ശക്തി പകരുന്ന, ബലം പകരുന്ന നല്ല ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ നൽകുന്ന ദൂതുകളെ ദൈവം നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരുത്തിൽ സമർപ്പിക്കട്ടെ നാഥ. തിരുകൃപയിൽ ബലപ്പെടുത്തണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഇതായിരുന്നു: സഖരിയ പുരോഹിതന് ദർശനത്തിൽ വെളിപ്പെട്ട ദൂതന്റെ പേര് എന്താണ്? അപ്പോൾ കമന്റ് ബോക്സിൽ എല്ലാവരും ശരിയായ ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. ആൻസർ ഇതാണ്: ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന ദൂതനാണ് സഖരിയ പുരോഹിതന് പ്രാർത്ഥന വേളയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ഇവരും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 1 ശമൂവേൽ 25-ാം അധ്യായം 14 മുതൽ 28 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലെ ദൗത്യം എന്നതാണ്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലെ ഒരു ദൈവപൈതലിൻ്റെ ദൗത്യം എന്നതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ചോദ്യം: ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമാധാനം സ്ഥാപിക്കുന്നതിൽ നാം മുൻകൈ എടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ നാം എപ്പോഴെങ്കിലും നമ്മുടെ ശക്തി വിനിയോഗിച്ചിട്ടുണ്ടോ? ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടോ? 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ ബുദ്ധിയും മഹാമനസ്കതയും വിവേകവും സുന്ദരിയുമായ ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും സുപരിചിതമായ അബീഗയിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അബീഗയിൽ വിവാഹം കഴിച്ചിരുന്നത് ബുദ്ധിശൂന്യനായ, മൂഢനായ, ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെടാത്തവനായ നാബാലിനെയാണ് അവൾ വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ നാബാലിൻ്റെ ഭാര്യയാണ് അബീഗയിൽ. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു നാബാലും അവൻ്റെ ഭാര്യ അബീഗയിലും. പ്രത്യേകിച്ചും ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുൻപ് എന്ന് ഞാൻ പറയുമ്പോൾ അന്നത്തെ യഹൂദ സംസ്കാരം എന്ന് പറയുന്നത്, അന്നത്തെ കാലഘട്ടത്ത് പുരുഷനിലാണ് എല്ലാവിധ അധികാരങ്ങളും ഉൾപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും വളരെ തരം താണ ഒരു ജീവിത നിലവാരമാണ് അന്നത്തെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ എവിടെ നോക്കിയാലും പുരുഷാധിപത്യം മാത്രമാണ്. സ്ത്രീകൾക്ക് യാതൊരു വിലയുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. ഒരു പുരുഷന് ആ കാലഘട്ടത്ത് മക്കളെ ജനിപ്പിക്കുന്നതിന് വേണ്ടി എത്ര സ്ത്രീകളെയും ഭാര്യമാരാക്കാം എന്നുള്ള ഒരു നിയമവും നിലവിലുണ്ടായിരുന്നു. ഭാര്യമാരെ പുരുഷന്മാർ തങ്ങളുടെ അടിമകളെക്കാട്ടിലും ദാസന്മാരെക്കാട്ടിലും ഉയരത്തിൽ പരിഗണിച്ചിരുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു അനുഭവമാണ്. അതിനർത്ഥം പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ തങ്ങളുടെ ബാല്യക്കാരെ പോലെയും
ദാസന്മാരെ പോലെയൊക്കെയാണ് അവർ കരുതി വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്താണ് നാബാലും അബിഗയിലും ഒക്കെ ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഈ വേദഭാഗത്തിൽ ശക്തിയും അധികാരവും നിറഞ്ഞ 2 പുരുഷന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇവർക്ക് സുപരിചിതരായ വ്യക്തിത്വങ്ങളാണ് 2 പുരുഷന്മാർ. ഇവർക്ക് ശക്തിയും ഉണ്ടായിരുന്നു, അധികാരവും ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പുരുഷൻ എന്ന് പറയുന്നത് ദാവീദാണ്. നാം ഏറെ സ്നേഹിക്കുന്ന ഏറ്റവും ഹൃദയമായ സങ്കീർത്തനങ്ങളൊക്കെ രചിച്ച ദാവീദിനെ കുറിച്ച് പരിശോധിച്ചാൽ യുദ്ധങ്ങളിൽ എല്ലായ്പ്പോഴും വിജയം കൈവരിച്ചവൻ, ഇസ്രായേലിൻ്റെ രാജാവായവൻ, വിഭജിക്കപ്പെട്ട 2 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചവൻ, 100-ലധികം ആരാധന ഗീതങ്ങൾ രചിച്ചവൻ, നൂറ്റാണ്ടുകളായി അത് ആലപിച്ചും വരുന്നുണ്ട്. എങ്കിലും ഈ പ്രത്യേക 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിലെ നായകൻ ദാവീദ് അല്ല. കാരണം ഈ വേദഭാഗത്തിൽ ദാവീദിൻ്റെ മറ്റൊരു സ്വഭാവത്തെ കാണുവാൻ സാധിക്കും. ഇത്രയും ഫെൻറ്റാസ്റ്റിക് ആയുള്ള, വളരെ അമേസിംഗ് ആയിട്ടുള്ള സങ്കീർത്തനങ്ങളൊക്കെ രചിച്ച, കർത്താവിനെ, യഹോവയായ ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച ദാവീദിൻ്റെ മറ്റൊരു സ്വഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ വേദപുസ്തക ഭാഗത്തിലെ ദാവീദ് കോപിഷ്ഠനായ ദാവീദായിട്ട് കാണപ്പെടുകയാണ്. വളരെ കോപത്തിൽ അഗ്രസീവായിട്ടുള്ള, വളരെയധികം കോപിഷ്ഠനായി കാണപ്പെടുകയാണ്. കാരണം ദാവീദും കൂടെയുള്ള പ്രജകളുമൊക്കെ ഈ വേദഭാഗത്ത് അപമാനിക്കപ്പെടുകയാണ്. ആ അപമാനം താങ്ങുവാൻ കഴിയാതെ ഇവർ കോപിഷ്ഠരായി മാറുന്നത് കാണുവാനായി സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ വിശദമാക്കാൻ ചുരുക്കമായി ഞാൻ പറഞ്ഞു പോകാം. ഒരിക്കൽ ഫെലിസ്തീയ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും ആ പ്രദേശത്ത് അന്ന് പാർത്തിരുന്ന നാബാലിൻ്റെ ദാസന്മാരും ആടുകളും അതുപോലെയുള്ള മൃഗസമ്പത്ത് ഇതിനെയൊക്കെ ഫെലിസ്തീയരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വെള്ളം, അവർക്കുള്ള സാധനങ്ങളെല്ലാം ദാവീദും കൂട്ടരും സംരക്ഷണം കൊടുത്തു. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നാബാലിൻ്റെ സർവ്വസമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രേക്ഷിത ദൗത്യം ദാവീദും കൂടെയുള്ളവരും ചെയ്യുകയുണ്ടായി. അതായത് മലകളിൽ നിന്നും താഴെ തമ്പടിച്ചിരിക്കുന്ന നാബാലിൻ്റെ ആളുകളും ആക്രമിക്കപ്പെടുന്ന സമയം അവരെ ദാവീദും സൈന്യവും ചേർന്ന് രക്ഷിക്കുകയും അവർക്കൊരു സുരക്ഷാ മതിലായി തീരുകയും അവർക്ക് വേണ്ടുവോളം ഭക്ഷണവും വെള്ളവും നൽകി സഹായിക്കുകയുണ്ടായി. ആരും ഒന്നിനെയും മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ ദാവീദും കൂട്ടരും അനുവദിച്ചില്ല. ഇത് ഒരു ഫേസാണ്. അതിനുശേഷം കാലങ്ങൾ കുറെ കഴിഞ്ഞു. ശമൂവേൽ പ്രവാചകൻ മരിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ദാവീദും കൂട്ടരും പാരാൻ മരുഭൂമിയിൽ പോയി പാർക്കുകയാണ്. അവിടെ വളരെ ദൂരത്തല്ലാതെ കർമ്മേലിൽ വ്യാപാരിയും മഹാധനികനുമായിരുന്ന നാബാലും ഭാര്യയും താമസിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന ഒരു അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ട് തൻ്റെ 10 ബാല്യക്കാരെ അവിടെ അയക്കുകയാണ്. അയച്ച് ഇപ്രകാരം ഈ ബാല്യക്കാർ നാബാലിനോട് പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നിങ്ങളുടെ ആടുകളെയും ഇടയന്മാരെയും സംരക്ഷിച്ചു പോന്നു. ആയതിനാൽ ഇപ്പോൾ ഈ നല്ല നാളിൽ നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും നൽകണമേ എന്ന് ഈ ബാല്യക്കാർ ദാവീദ് പറഞ്ഞ പ്രകാരം നാബാലിനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇത് കേട്ട മാത്രയിൽ സഹായിക്കുന്നതിന് പകരം നാബാൽ അവരെ അപമാനിച്ച് അയക്കുകയാണ്. ദാവീദ് അയച്ച ഈ 10 പേരെയും അപമാനിച്ച് തിരികെ അയക്കുകയാണ്. ഈ സംഭവത്തിൽ ദാവീദിനെ നോക്കിയാൽ ദാവീദ് വളരെ കോപിഷ്ഠനായിട്ട് കാണപ്പെടുകയാണ്. ഈ കോപം ഇങ്ങനെ മൂത്ത് ദാവീദ് പകരം വീട്ടുവാനായിട്ട് ഒരുങ്ങുകയാണ്. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതായത് നീ എന്നിൽ നിന്നും എടുത്തതിന് പകരം ഞാൻ അതേ ഇത് നിന്നിൽ നിന്നും എടുക്കും. എൻ്റെ ഒരു കണ്ണ് നീ എടുത്താൽ നിന്റെ ഒരു കണ്ണ്, എൻ്റെ ഒരു കൈ നീ വെട്ടിയാൽ നിന്റെ കൈ വെട്ടും.
ഇതാണ് യഹൂദന്മാരുടെ നിയമം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്താണ് ഇതിന് വിരുദ്ധമായിട്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് തങ്ങളെ അപമാനിച്ചതിന് പകരം നാബാലിനെയും അവൻ്റെ പുരുഷ പ്രജയൊക്കെയും കൊല്ലുവാനായിട്ട് ഒരുങ്ങി പുറപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിലെ നായകൻ ഒരിക്കലും ദാവീദ് അല്ല. ഇനി രണ്ടാമത്തെ പുരുഷൻ ഈ വേദഭാഗത്തിലെ നാബാൽ, അബിഗയിലിൻ്റെ ഭർത്താവ്, ശക്തിയും ധനവും സ്വാധീനവുമുള്ള നാബാൽ. വേദപുസ്തകം അവനെക്കുറിച്ച് പറയുന്നത് നിഷ്ഠൂരനെന്നും ദുഷ്കർമ്മിയെന്നും എല്ലാവർക്കും അവനെ പേടിയായിരുന്നു എന്നും നാബാലിന് വേണ്ടി പ്രവർത്തിക്കുവാൻ 100 കണക്കിന് ആളുകൾ അവന് വേണ്ടി ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നാബാൽ ഈ സംഭവത്തിലെ നായകൻ അല്ല എന്ന് പറയുവാൻ കഴിയും. ദാവീദ് അപമാനിക്കപ്പെട്ടപ്പോൾ ദാവീദ് നാബാലിനെതിരായി യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ യുദ്ധത്തെ തകർക്കുവാൻ ഒരു വ്യക്തിയുടെ ഇടപെടലിന് സാധിച്ചു എന്നതാണ് ഈ വേദഭാഗത്തിലെ കാതലായ ഒരു ചിത്രം. അപമാനിക്കപ്പെട്ട ദാവീദും കൂട്ടരും ഇപ്പോൾ ഇതാ നാബാലിനെയും അവൻ്റെ തലമുറകളൊക്കെ കൊല്ലുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇപ്പോൾ 2 വിഭാഗക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് നാബാലും അവൻ്റെ കുടുംബവും അവൻ്റെ ആളുകളും, ഈ ഭാഗത്ത് ദാവീദും തൻ്റെ കൂട്ടാളികളും. ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്, ഒരു വലിയ ഇഷ്യൂവിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഈ ഒരു വലിയ ഇഷ്യൂ, ഒരു കലാപം വരുന്നതിന് ഇടയിൽ ഇതാ ഒരു വ്യക്തിയുടെ ഇടപെടൽ ഉണ്ടാകുകയാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ള, വളരെ നമ്മ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മെ കോൾമയിർ കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ വേഗത്തിലുള്ള ചിന്തകൾ, ഒരു വ്യക്തിയുടെ വേഗത്തിലുള്ള പ്രവൃത്തികൾ ഒരു വലിയ ദുരന്തത്തെ തടുത്തു നിർത്തുന്നത് കാണുവാൻ സാധിക്കും. നാബാലിൻ്റെ ഭാര്യയായ അബിഗയിൽ എടുത്ത പെട്ടെന്നുള്ള തീരുമാനങ്ങളും പ്രവൃത്തികളും ഒരു ദുരന്തത്തെ തടുത്ത് നിർത്തുന്നത് കാണുവാൻ സാധിക്കും. അന്നത്തെ സംസ്കാരം പറഞ്ഞത് വുമൺ ഹാഡ് നോ പവർ എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ശക്തിയില്ല, യാതൊരു അധികാരവും ഇല്ല എന്നതാണ്. പക്ഷേ ദൈവം അബിഗയിലിന് ആവശ്യമായ ശക്തി നൽകുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വേദഭാഗത്തിലെ ഹീറോ എന്ന് പറയുന്നത് ആരാണ്? അബിഗയിൽ, വൈഫ് ഓഫ് നാബാൽ. പ്രിയമുള്ളവരെ, ഈ അബിഗയിലിൻ്റെ ജീവിതത്തെ നാം നമ്മുടെ മനസ്സിൽ ഒന്ന് സ്ഥാപിക്കുക. ഒരു വലിയ ദുരന്തത്തെ തടുത്തു നിർത്തിയ വേദപുസ്തകത്തിലെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠയായ ഒരു സ്ത്രീ. ഞാൻ പറഞ്ഞു, നിലവിലെ സ്ഥിതി ദാവീദ് കോപം നിറഞ്ഞ് എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി, ദാവീദും അരയ്ക്ക് വാൾ കെട്ടി, ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്, പുറപ്പെട്ട് കഴിഞ്ഞു. എവിടേക്കാ പോകുന്നേ? നാബാലിൻ്റെ ഭവനത്തിലേക്ക്, അവനെ കൊല്ലുവാനും അവൻ്റെ പുരുഷ പ്രജകളെ കൊല്ലുവാനായിട്ട്. ഇവിടെ അബിഗയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നവളായി മാറുകയാണ്. എങ്ങനെയാണ് അബിഗയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത്? ബാല്യക്കാരൻ വന്ന് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഉടൻ അവൾ ചെയ്യുന്നത്, അതായത് ഈ ദാവീദ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്, തൻ്റെ ഭർത്താവിനെ കൊല്ലുവാൻ പോവുകയാണ്, തൻ്റെ പുരുഷ പ്രജകളെ കൊല്ലുവാൻ പോവുകയാണ്, പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് ഒരു ബാല്യക്കാരൻ എപ്പോഴാണോ അബിഗയിലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ആ നിമിഷം തന്നെ അബിഗയിൽ ചെയ്തതെന്നറിയാമോ? 200 അപ്പം, 2 തുരുത്തി വീഞ്ഞ്, പാകം ചെയ്ത 5 ആടുകൾ, 5 പറ മലര്, 100 ഉണക്ക മുന്തിരിക്കുല, 200 അത്തിയട, ഇവകൾ എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുൻപായി പോകുവിൻ, ഇതാ ഞാൻ പിന്നാലെ വരുന്നു എന്ന് ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. ഒരു വലിയ വിഭവത്തെ, തങ്ങൾക്കുണ്ടാകുന്നതിൽ ഒരു വലിയ സമ്പത്തിനെ, വിഭവത്തെ, ഭക്ഷണത്തെ ഇതാ കൊടുത്തയക്കുകയാണ് ദാവീദിനും കൂട്ടരും. തങ്ങളെ ആക്രമിക്കുവാൻ, കൊല്ലുവാൻ വരുന്ന ദാവീദിനും കൂട്ടർക്കും ഇതാ കൊടുത്തയക്കുകയാണ്. തൻ്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഇതറിയിക്കുന്നില്ല. ഇതവളുടെ ഈ സംഭവത്തെ രഹസ്യമായി വയ്ക്കുകയാണ്. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിലൂടെ ഇറങ്ങിച്ചെന്ന് ദാവീദിനെയും കൂട്ടരെയും കാണുകയാണ്. ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു.
കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയന് പറയാനുള്ളത് കേൾക്കണമേ, ദുസ്വഭാവിയായ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കുക, ഒരു സ്ത്രീ തൻ്റെ പരിമിതികളെല്ലാം വിട്ട്, തൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം താണ്ടി അവളൊരു പുതിയ ഉദ്യമത്തിലേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ വിഭവങ്ങളെല്ലാം കൊടുക്കുക മാത്രമല്ല, അവൾ പുറകെ സഞ്ചരിച്ച് പോയി ഈ ദാവീദിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. യജമാനനെ, എൻ്റെ ഭർത്താവ് ചെയ്ത, ആ ദുഷ്ടൻ ചെയ്ത കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം അവൾ വളരെ സെൻറ്റിമെൻ്റായിട്ട് മാറുകയാണ്. വളരെ ടെക്നിക്കലി, മനഃശാസ്ത്രപരമായി അവൾ ചില കാര്യങ്ങൾ ദാവീദിനോട് പറയുകയാണ്. അവൾ പറഞ്ഞതെന്തെന്നറിയാമോ? എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ചില ചിന്തകളാണ്. ഒന്നാമത് അവൾ പറയുകയാണ്, ദാവീദിൻ്റെ നല്ല സ്വഭാവത്തെ ഉയർത്തി കാണിക്കുകയാണ്. അല്ലയോ ദാവീദേ, നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ. 2, ദാവീദിൻ്റെ ദൈവത്തെ അവൾ ഉയർത്തി പറയുന്നത്. അങ്ങയുടെ ദൈവം എത്ര വലിയവൻ. ദാവീദിൻ്റെ ദൈവത്തെ ഉയർത്തി പറയുന്നു. 3, തൻ്റെ കുടുംബത്തെ, അബിഗയിൽ തൻ്റെ സ്വന്തം കുടുംബത്തെ താഴ്ത്തിക്കെട്ടുകയാണ്. തങ്ങളുടെ കുടുംബം മോശപ്പെട്ട കുടുംബം, ഭർത്താവ് മോശപ്പെട്ടവൻ, ഇങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടുന്ന അനുഭവം. ദാവീദിൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധത്തിൻ്റെ അനുഗ്രഹങ്ങളും, ഇനി ദാവീദിൻ്റെ ദൈവം ദാവീദിന് നൽകുവാൻ പോകുന്ന ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, ദാവീദിലൂടെ ദേശം അനുഗ്രഹിക്കാൻ പോകും, ഇതെല്ലാം വളരെ വാനോളം പുകഴ്ത്തി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അബിഗയിൽ അവിടെ പറയുകയാണ്. ദാവീദിൻ്റെ ഭാഗത്തൊരിക്കലും തെറ്റുകൾ ഉണ്ടാകരുതേ എന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. അവൾ പറയുകയാണ്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ്, അങ്ങ് ദൈവത്തെ ഭജിച്ചു വരുന്ന ആളാണ്, അങ്ങ് ഇനിയും ഈ ദേശത്തൊക്കെ ദീർഘനാൾ നിങ്ങൾ ഭരിക്കേണ്ടുന്നവരാണ്. അതുകൊണ്ട് അവിടെ അങ്ങയുടെ ഭാഗത്തു നിന്നും, യജമാനായ ദാവീദിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകളൊന്നും സംഭവിക്കരുതേ, ഒരു കുറവുകളും സംഭവിക്കരുത്. തൻ്റെ ഭർത്താവിനെയും തൻ്റെ പുരുഷ പ്രജകളെയും കൊന്ന് ആ ഒരു വലിയ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകരുതേ എന്ന് പറയുകയാണ്. മാത്രമല്ല, താൻ കൊടുത്തയച്ച ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം സ്വീകരിക്കണമേ എന്ന് കേണപേക്ഷിക്കുന്ന ഒരു ചിത്രമാണ്. ഇതൊക്കെ കേട്ട ദാവീദ് പെട്ടെന്ന് തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു ചിത്രം കാണുവാനായി സാധിക്കും. അബീഗയിലിൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ ദുഷ്ടത നിറഞ്ഞ നാബാലിൻ്റെയും കുടുംബത്തെയും പുരുഷ പ്രജകളെയൊക്കെയും രക്ഷിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ അബീഗയിലിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഈ ലോക ജീവിത യാത്രയിൽ നമ്മുടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും? നമ്മുടെ വീട്ടിനുള്ളിലാകട്ടെ, പുറത്താകട്ടെ, എവിടെയോ ആകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, ഒരു ദുരന്തത്തെ നമുക്ക് എങ്ങനെ തടഞ്ഞു നിർത്തുവാനാകും? ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാണ്, ഞാനൊരു ദൈവത്തെ ഭജിച്ചു വരുന്ന ഒരു കുടുംബമാണ്. എനിക്ക് എങ്ങനെ എൻ്റെ ചുറ്റുപാടുകളിലും എൻ്റെ കുടുംബത്തിലുമൊക്കെ നടക്കുന്ന ദുരന്തങ്ങളെ തടുത്തു നിർത്തുവാൻ കഴിയും? ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നിങ്ങൾക്ക് എപ്പോഴും അതിന് സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ദുരന്തത്തെ കണ്ട് മാറിപ്പോകുന്നവരാണോ, പേടിച്ചു പോകുന്നവരാണോ, അതോ ദുരന്തത്തെ തടുത്തു നിർത്തുന്ന ആ ഒരു ശക്തി ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം, നമുക്ക് എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും? ഇപ്പം ഞാനും എൻ്റെ ലൈഫ് പാർട്ട്ണറാകാം, എൻ്റെ മക്കളാകാം, പാരൻസ് ആകാം, എൻ്റെ നൈബേഴ്സ് ആകാം, എൻ്റെ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു കോവർക്കേഴ്സ് ആകാം, മേ ബി, അപ്പം നമ്മുടെ കൊലീഗ്സ് ആകാം. അപ്പം അവരുമായിട്ടൊക്കെ എങ്ങനെ എനിക്ക് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും? ഈ ദേശത്തോട് എനിക്ക് എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും? അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ചോദ്യം, എങ്ങനെ നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും? 1, കോപത്തിൽ നാം ജാഗ്രതയുള്ളവർ ആയിരിക്കണം. കോപിക്കുന്നതിൽ നാം ജാഗ്രത പുലർത്തുന്നവർ ആയിരിക്കണം. വിശദമാക്കാം. നാം എത്ര തന്നെ ആരാധിച്ചാലും, എത്ര തന്നെ ആരാധനക്ക് നേതൃത്വം കൊടുത്താലും, എത്ര തന്നെ പ്രസംഗിച്ചാലും, എത്ര തന്നെ പ്രസംഗം കേട്ടാലും, അനേക സമയങ്ങൾ നമ്മെക്കൊണ്ട് കോപം നിയന്ത്രിക്കുവാൻ കഴിയുന്നതല്ല, അല്ലേ? കഴിയുന്നില്ല. പെട്ടെന്നുള്ള ഇമോഷണൽ ഫീലിങ്സ് ചിലത് കാണുമ്പോൾ നാം പെട്ടെന്ന് കോപിച്ചു പോവുകയാണ്. ഭയങ്കരമായ കോപം നമ്മിൽ രൂപപ്പെടുകയാണ്. ഇവിടെ ഈ 2 പേഴ്സൺ
ഒരു ഭാഗത്ത് അബിഗയിൽ, മറുഭാഗത്ത് ദാവീദ്. ഈ ദാവീദിനെ പരിശോധിച്ചാൽ അപമാനിക്കപ്പെട്ടതിനാൽ, ആരോ തന്നെ അപമാനിച്ചു, നാബാൽ തന്നെ അവമാനിച്ചത് കൊണ്ട് പെട്ടെന്ന് കൊല ചെയ്യുവാനുള്ള ടെൻഡൻസി വരും, കോപം വരിക, അവനെ കൊന്നുകളയണം, അവൻ്റെ തലമുറ, അവൻ്റെ പുരുഷ പ്രജ ഇനി ഉണ്ടാകരുത്, അവരെ കൊന്നുകളയണം. പെട്ടെന്നൊരു തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, നോക്കണേ, പെട്ടെന്ന് കോപിക്കുകയാണ്. ഇത് യഹൂദ പ്രമാണത്തിന് വിരുദ്ധമാണ്. കാരണം യഹൂദ നിയമം അനുസരിച്ച് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അവൻ നിന്നെ അപമാനിച്ചുവെങ്കിൽ നീ അവനെ അപമാനിക്കാം, പക്ഷെ കൊല്ലാൻ പാടില്ല. പക്ഷെ ഇവിടെ ദാവീദ് എന്ത് ചെയ്യാണ്? ആ നിയമത്തെ ക്രോസ് ചെയ്യുകയാണ്. അവൻ അപമാനിച്ചതിന് പകരം അവനെ കൊല്ലുവാനായിട്ട് അവൻ തീരുമാനമെടുക്കുകയാണ്. അത്രയധികം കോപപ്പെടുകയാണ്. എന്നാൽ മറുഭാഗത്ത് ആര് നിൽക്കുകയാണ്? അബീഗയിൽ നിൽക്കുകയാണ്. ദാവീദിൻ്റെ കോപമെന്ന അഗ്നിയെ അണയ്ക്കുവാൻ അവൾ ശ്രമിക്കുകയാണ്. വളരെ പവർഫുള്ളായി, ബുദ്ധിയോടുകൂടെ. ദാവീദിൻ്റെ കോപം വളരെ ഉഗ്രകോപം വരുമ്പോൾ അതിനെ അണയ്ക്കുവാനുള്ള പരിശ്രമങ്ങൾ അവർ കണ്ടെത്തുകയാണ്. ഒപ്പം അവൾ സ്വയം നിയന്ത്രിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തൻ്റെ സ്വന്തം ഭർത്താവിനെ കൊല്ലുവാനും താൻ ജന്മം കൊടുത്ത മക്കളെ, ആൺകുട്ടികളെ കൊല്ലുവാനുമായിട്ട് ദാവീദ് വരുമ്പോൾ വേണമെങ്കിൽ ഇവൾക്ക് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് കുറേ ആൾക്കാരെയൊക്കെ കൂട്ടി പ്രതിരോധിച്ച് ദാവീദിനെ തകർക്കുവാൻ വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു. പക്ഷെ അബീഗയിൽ അവിടെ ബുദ്ധിയോടെ സ്വയത്തെ നിയന്ത്രിച്ച് എന്തു ചെയ്യുകയാണ്? ഒരു വലിയ യുദ്ധത്തെ അവൾ തടുത്തു നിർത്തുകയാണ്. വളരെ സംയമനം പാലിക്കുകയാണ്. പ്രിയമുള്ളവരെ, അബീഗയിലിൻ്റെ ഉള്ളിലെ ദൈവീകതയാണ് അതിന് അവളെ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അവൾക്കുള്ളിലെ ഡിവിനിറ്റി, എ റിയൽ ഡിവിനിറ്റി. ദാവീദ് തൻ്റെക്കുള്ളിലെ ഡിവിനിറ്റി, ദൈവികതയെ ദുരുപയോഗം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ അവൾ തനിക്കുള്ളിലെ ദൈവികത ഉപയോഗിച്ച് അവൾ സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഒരനുഭവത്തെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, കോപത്തിൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം, അബീഗയിലിനെ പോലെ. രണ്ടാമത്തേത്, നാം ചില സമയം വിശുദ്ധമായ ധൈര്യത്തോടെ നാം പ്രവർത്തിക്കണമെന്നുള്ളതാണ്. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ നാം മുൻവരുമ്പോൾ ഓർക്കുക, ഒരു ദുരന്തത്തെ തടുത്തു നിർത്തുവാൻ നാം വിശുദ്ധമായ ധൈര്യം, ഹോളി ബോൾഡ്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഹോളി ബോൾഡ്നെസ് എന്നാണ് ഞാൻ അതിന് വിളിക്കുന്നത്. ധൈര്യം ഉണ്ടാകും, പക്ഷെ അതിലൊരു വിശുദ്ധി ഉണ്ടാകണം, അല്ലേ? ഇന്ന് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നാം ധൈര്യം കാണിക്കാറുണ്ട്. പലതും ശരിയും തെറ്റുമൊക്കെ ചെയ്യുവാനൊക്കെ ധൈര്യം കാണും. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വിശുദ്ധമായ ധൈര്യം, നല്ലത് പ്രവർത്തിക്കുവാനുള്ള ഒരു ധൈര്യം, ദൈവഭാഗത്ത് നിന്ന് കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. അന്നത്തെ കാലഘട്ടത്ത് ഒരു സ്ത്രീ എന്ന നിലയിൽ യഹൂദ സംസ്കാരം എന്ത് വിളിക്കും, എന്ത് നടപടി ഉണ്ടാകും എന്ന് ചിന്തിക്കാതെ തനിക്കുള്ളിലെ ദൈവിക ശക്തിയാൽ അവൾ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ പുറപ്പെടുകയാണ്. മറ്റുള്ളവർ എന്ത് പറയും, എന്തായിരിക്കും എൻ്റെ പരിണിത ഫലം, താനൊരു സ്ത്രീയല്ലേ എന്നൊന്നും അവൾ ചിന്തിക്കുന്നില്ല. അതിനൊന്നും ചിന്തിക്കുവാൻ മെനക്കെടുന്നില്ല. അവൾക്കറിയാം തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തൊരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനെയാണ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത്. അവളത് തിരിച്ചറിയുകയാണ്. അവളുടെ ബോധമനസ്സിൽ തിരിച്ചറിയുന്നു, അയ്യോ, ദൈവത്തിൻ്റെ അഭിഷിക്തനെയാണല്ലോ അപമാനിച്ചു വിട്ടത്, അദ്ദേഹത്തിനെതിരാണായിട്ടാണല്ലോ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. അതിൽ അവൾക്ക് ഒരുപാട് പശ്ചാത്താപമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട് അബീഗയിലിന്. അതുകൊണ്ട് ഇനി ആരോടും ആലോചിക്കുവാൻ സമയമില്ല. ഒരു വലിയ ഭാഗം ഭക്ഷണം അവൾ എടുത്ത് മാറ്റി ദാവീദിന് കൂട്ടർക്കും വേഗത്തിൽ കൊടുത്തയക്കുകയാണ്. അവന്റെ വിശപ്പിന് ശമനം വരുത്തുവാൻ കൊടുത്തയക്കുകയാണ്. അന്ന് രാത്രി തൻ്റെ ഭർത്താവായ നാബാൽ ഒരു രാജകീയ വിരുന്നിന് വേണ്ടി വച്ചിരുന്ന ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും അവളിത് അടർത്തി മാറ്റി ദാവീദിന് കൂട്ടർക്കും കൊടുത്തയക്കുകയാണ്. അവൾ സ്വയം സാഹസം കാണിക്കുക, റിസ്ക് എടുക്കുകയാണ്. നോക്കണേ, ഒരു വലിയ ദുരന്തത്തിൽ നിന്നും തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ അവൾ റിസ്ക് എടുക്കുകയാണ്, സാഹസം കാണിക്കുകയാണ്. വേണമെങ്കിൽ അവൾ പോകാതെ ബാല്യക്കാരെ അയച്ചാൽ മതിയായിരുന്നു, പക്ഷെ അവൾ ചെല്ലുകയാണ്. പ്രിയരെ, സമാധാനം പുനഃസ്ഥാപിക്കുവാൻ, ദൗത്യം ചെയ്യുവാൻ നാം ഒരു സ്ത്രീയോ പുരുഷനോ ആകണമെന്നില്ല.
ഞാനൊരു പുരുഷൻ അതുകൊണ്ട് എനിക്ക് ചെയ്യാം, സ്ത്രീ എനിക്ക് ചെയ്യും, അങ്ങനെയൊന്നും അല്ല പ്രിയമുള്ളവരെ. മറിച്ച് നിങ്ങൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ. നിങ്ങൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ. രണ്ടുപേർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നവരാകണം. രണ്ടുപേർ തമ്മിൽ ഫൈറ്റ്, ഒരു ദുരന്തം വരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളാൽ ആവുന്നത് ധൈര്യത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. അവിടെ സംസ്കാരമോ ഭാഷയോ നിറമോ ജാതിയോ ഏതുമാകട്ടെ, ആ ദുരന്തങ്ങളെ തടുത്തു നിർത്തുവാൻ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങൾക്ക് ആകണം. ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിയണം. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ. ബിക്കോസ് യു ആർ മെയ്ഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് എന്നതാണ്. മൂന്നാമതായി, സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബാല്യക്കാരെ പോലെ സ്വയം താഴ്ത്തുക എന്നതാണ്. ബാല്യക്കാരെ പോലെ സ്വയം താഴ്ത്തുക. ഈ വേദഭാഗത്തെ പരിശോധിക്കുമ്പോൾ അബിഗയിൽ ഒരു ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. അവൾ സുന്ദരിയായിരുന്നു. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, അവൾക്കറിയാം ദാവീദ് ഒരു വലിയ അനർത്ഥം ചെയ്യുവാൻ വരികയാണ്. അവൾ ദാവീദിനെ എതിർത്ത് അവൾക്ക് പറയാം, അങ്ങ് എന്ത് പോഷത്തനമാണ് ചെയ്യുന്നത്, ഒരു ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് വേണമെങ്കിൽ അവൾക്ക് പറയാമായിരുന്നു. പക്ഷെ അവളത് പറയുന്നില്ല. അവളൊന്നും പറയുന്നില്ല. കാരണം അബീഗയിലിനെ സംബന്ധിച്ച് അബീഗയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തൻ്റെ ഭർത്താവാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, തൻ്റെ കുടുംബക്കാരാ തെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവൾ എത്രത്തോളം വിനയപ്പെടുന്നെന്ന് ചിന്തിക്കുക. തന്നെ താഴ്ത്തി അവൾ ദാവീദിൻ്റെ മുൻപിൽ വീണ് നമസ്കരിച്ച് അവൻ്റെ പാദത്തിൽ അവൾ വീഴുകയാണ്. പറയുകയാണ്, ദാവീദിന് മുമ്പിൽ മുട്ടുകുത്തി പറയുകയാണ്, യജമാനനെ, എൻ്റെ ഭർത്താവ് ചെയ്ത കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അതിനർത്ഥം എന്താണ്? അങ്ങ് കൊല്ലുന്നെങ്കിൽ ആദ്യം എന്നെ കൊല്ലുക. ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കുവാൻ ഒരുക്കമാണ്. ഈ സംഭവത്തിൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്, ഒരു തെറ്റും ചെയ്യാത്ത അബിഗയിൽ ദാവീദിനെ 11 പ്രാവശ്യം യജമാനനേ എന്ന് വിളിക്കുന്നുണ്ട്. ആ ഭാഗത്ത് 11 പ്രാവശ്യം ഞാൻ കൗണ്ട് ചെയ്ത് നോക്കി. 11 പ്രാവശ്യം യജമാനനേ എന്ന് വിളിക്കുന്നുണ്ട്. നോക്കുക, ഓ മൈ മാസ്റ്റർ, ഓ മൈ മാസ്റ്റർ. 6 പ്രാവശ്യം തന്നെ അബിഗയിൽ അടിയാൾ എന്ന് പറയുന്നു. അടിയാൻ. ഒരു സെർവൻ്റാണ് സാധാരണ, അല്ലെങ്കിൽ ഒരു അടിമയാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നത്. അടിയാൻ എന്ന് പറയുന്നത് രാജവാഴ്ചയുടെ കാലഘട്ടത്തൊക്കെ നമുക്കറിയാം, ഒരു അടിമയാണ് പറയുന്നത്. അടിയാൾ. ഇവിടെ 6 പ്രാവശ്യം തന്നെ ആ ഒരു അനുഭവത്തിൽ. അബിഗയിലിന് സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, എല്ലാം നിറവായിട്ടുണ്ട്. ഒരുപാട് സമ്പത്തിൻ്റെ ഉടമസ്ഥരാണ് നാബാലും കുടുംബം എന്ന് പറയുന്നത്. 100-ലധികം ആൾക്കാർ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകും. നോക്കണേ, സാധാരണ ഒരു കുടുംബമാണ്. ആ അബിഗയിലാണ് വന്നിവിടെ പറയുക, അടിയാൾ, ഒരു ബാല്യക്കാരെ പോലെ തന്നെ താഴ്ത്തുന്ന ഒരനുഭവം ദാവീദിൻ്റെ മുൻപിൽ. പ്രിയരെ, ഇത്തരത്തിൽ അബിഗയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ദാവീദിൻ്റെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എന്തോ കോപത്തോടുകൂടി കാര്യം ചെയ്യാൻ വന്ന ദാവീദിൻ്റെ ശ്രദ്ധയെ അബിഗയിലിൻ്റെ ഈ വിശിഷ്ടമായ സ്വഭാവ ആ ഒരു അനുഭവങ്ങളിലേക്ക് തിരിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ? നമ്മൾ ചില സമയത്തൊക്കെ ഈ യാത്രകൾ പോകുമ്പോൾ, ലക്ഷ്യമിട്ടവർ പോകുമ്പോൾ, പെട്ടെന്നൊരു കാഴ്ച കാണുമ്പോൾ നാം ഒരു നിമിഷം അവിടെ നിന്ന് നോക്കും. നാം ചെയ്യുവാൻ വന്നത് ചിലപ്പോൾ മറന്നുപോകും, ചെയ്യാനായിട്ട് പോയെന്ന് നാം മറന്നുപോകും. വീട്ടിൽ തന്നെ ഒരു സാധനം എടുക്കുവാൻ ഒരു റൂമിലേക്ക് കയറുന്നു എന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ടി വിയിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ അവിടെ നിൽക്കുക. പിന്നെ എടുക്കാൻ പോയ കാര്യം ശ്രദ്ധ തിരിഞ്ഞു അല്ലേ? നമ്മുടെ കോൺസെൻട്രേഷനെ തിരിക്കുകയാണ്. അബിഗയിൽ ചെയ്തത് ഇതാണ്. ദാവീദിൻ്റെ ശ്രദ്ധയെ തിരിച്ചു. ഒരു ദോഷത്തിലേക്ക് ലക്ഷ്യമിട്ട ദാവീദിൻ്റെ ശ്രദ്ധയെ അബിഗയിൽ തന്നിലുള്ള ദൈവികത ഉപയോഗിച്ച് തിരിക്കുകയാണ്. മാത്രമല്ല, ദാവീദിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുകയാണ്. എന്താണ് മാറ്റം വരുത്തിയത്? കോപത്തെ ശമിപ്പിക്കുന്നു. തെറ്റ് ചെയ്യുവാനുള്ള ടെൻഡൻസിയെ അബിഗയിൽ ബുദ്ധിപൂർവം മാറ്റിയെടുക്കുകയാണ്. ദാവീദിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി. പ്രിയമുള്ളവരെ, താഴ്മയിലൂടെ, എളിമയിലൂടെ, ആ ഒരു സ്വഭാവത്തിലൂടെ
ഒരു വലിയ സമാധാനം സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അബീഗയിലിൻ്റെ ജീവിത സ്വഭാവം എത്രയോ ഉന്നതമായത്. ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം നോക്കുമ്പോൾ, അവസാനത്തേക്ക് നോക്കുമ്പോൾ, ദാവീദിൻ്റെ മനസ്സ് മാറി അബീഗയിലിനോട് പറയുകയാണ്, നീ സമാധാനത്തോടെ വീട്ടിൽ പോയിക്കൊള്ളുക, ഞാനിനി ഒരു അനർത്ഥവും ചെയ്യുവാൻ വരുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. അങ്ങനെ അബീഗയിൽ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ സന്ധ്യയായി. ഇതാ തൻ്റെ ഭർത്താവ് ഒരു വലിയ രാജകീയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ലഹരിയും ഈ രാജകീയ ഭക്ഷണവും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് പറയുവാനായിട്ട് വീട്ടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ മനസ്സിലായി, അവൻ്റെ ലഹരി ഇറങ്ങിയിട്ടില്ല, കടുത്ത ലഹരിയിൽ അവൻ ഇരിക്കുകയാണ്. തനിക്ക് വേണ്ടി മാത്രം രാജകീയ ഭക്ഷണം പോലത്തെ വിരുന്നുണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ വിഷയമൊന്നും പറയാതെ നേരെ തൻ്റെ കിടക്കയിലേക്ക് പോയി. പിറ്റന്ന് രാവിലെ എപ്പോഴാണോ നാബാൽ കഴിച്ച മദ്യത്തിൻ്റെ വീര്യം ഇറങ്ങിയത്, ആ ഒരു ലഹരി ഇറങ്ങിയത്, ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറയുവാനിടയായി. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇത് കേട്ട നാബാലിൻ്റെ ഹൃദയം നിർജീവമായി എന്നാണ് ഈ വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബൈബിളിൽ. അവൻ ചത്തവനെ പോലെ, മരിച്ചവനെ പോലെ ആയിത്തീർന്നു. അവൻ കല്ലിച്ചു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ്റെ ഹൃദയം കല്ലിച്ചു പോയി. കാരണം എന്ത് ചെയ്യണം, അത് ഒരു വലിയൊരു അപരാധമാണ് താൻ ചെയ്തിരിക്കുന്നത്. ആ അപരാധത്തിൽ നിന്ന് തന്നെയും തൻ്റെ മക്കളെയും രക്ഷിച്ചത് തൻ്റെ ഭാര്യയാണ്. ബുദ്ധിമതിയായ ദൈവികതയുള്ള തൻ്റെ ഭാര്യയാണ് തൻ്റെ കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള സംഭവം കേൾക്കണോ പ്രിയമുള്ളവരെ? 10 ദിവസം കഴിഞ്ഞപ്പോൾ, കൃത്യം അന്ന് മുതൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം നാബാലിനെ ദണ്ഡിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ മരിച്ചുപോയി. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിനെ അപമാനിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ നേരിട്ട് വരികയാണ്. ആമേൻ. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, ദാവീദ് നേരിട്ട് ശിക്ഷ കൊടുക്കുവാൻ പോയപ്പോൾ അബീഗയിൽ ദാവീദിനെ തടുത്തു നിർത്തുകയാണ്. നീ തെറ്റ് ചെയ്യരുത്, ദൈവത്തിന് ഇനിയും നിന്നെ ആവശ്യമുണ്ട്, നിന്റെ ജീവിതത്തിൽ പാപമുണ്ടാകുവാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇതാ ദൈവം 10 നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ദണ്ഡിപ്പിച്ചു. അവൻ മരണപ്പെട്ടു. അതിനുശേഷം ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. എന്താണ് വഴിത്തിരിവെന്നറിയാമോ? നാബാൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ ദാവീദിൻ്റെ ഹൃദയം ഒരുപാട് സന്തോഷിച്ചത് എന്തുകൊണ്ടെന്നറിയാമോ? ദാവീദ് പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ അഭിഷിക്തനെ നിന്ദിച്ചവനെ ദൈവം തകർത്തു. 2, ദൈവത്തിൻ്റെ അഭിഷിക്തൻ തിന്മ ചെയ്യാതെ കാത്ത ദൈവത്തിന് സ്തോത്രം. ആ വേർഡ് യൂസ് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നാബാലിൻ്റെ ദുഷ്ടത അവൻ്റെ തലയ്ക്ക് മേലെ തന്നെ വന്നു എന്ന് പറയുകയാണ് ദാവീദ്. അതിനുശേഷം ദാവീദ് അബീഗയിലിനെ തൻ്റെ ഭാര്യയാക്കുവാനായി ശ്രമിക്കുകയാണ്. തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞയക്കുകയാണ്. നീ പോയി പറ. അവർ പോയി പറയുമ്പോൾ, ഞങ്ങളുടെ യജമാനനായ ദാവീദിന് നിന്നിൽ പ്രിയമുണ്ട്, അവൻ്റെ ഭാര്യയാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് അബീഗയിൽ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ഭാര്യയായി തീരുവാൻ അവൾ ഒരുപാട് കൊതിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. അവൾ അതിന് സമ്മതിക്കുകയാണ്. എൻ്റെ ഇവിടുത്തെ ചിന്തയെന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ദാവീദ് അബീഗയിലിനെ ചൂസ് ചെയ്തത്, തിരഞ്ഞെടുത്തത്, തൻ്റെ ഭാര്യയാക്കി? ഇവിടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവൾ ദൈവീകതയുള്ളവളായിരുന്നു, അവൾ ബുദ്ധിമതിയായിരുന്നു, സമാധാനം സ്ഥാപിക്കുന്നതിൽ അവൾ മുൻപന്തിയിലായിരുന്നു. ആമേൻ. അവൾ സമാധാനം സ്ഥാപിക്കുന്നതിൽ അവൾ മുൻപന്തിയിലായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ ഭാര്യയായി തീരുന്നത് തൻ്റെ ജീവിതത്തിന് എത്ര ശ്രേഷ്ഠം, എത്ര മനോഹരം. തങ്ങൾക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവഭരണം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കുവാനും തങ്ങൾക്ക് കഴിയുമല്ലോ. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് അബീഗയിലിനെ സ്വന്തമാക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. അബീഗയിൽ ബുദ്ധിയുള്ളവളായിരുന്നു, സമാധാനം സ്ഥാപിക്കുന്നവളായിരുന്നു, താഴ്മയുള്ളവളായിരുന്നു, ദൈവഭാഗത്തും
ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ഭാഗത്തും നിൽക്കുന്നവളായിരുന്നു. ഇതിനേറെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. അബീഗയിൽ ദൈവത്തെ ഭാഗത്ത് മാത്രമല്ല, ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ഭാഗത്തും നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല സ്വഭാവം അവളിൽ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് അവളെ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ ഭാര്യയായി തീരുവാനുള്ള ഒരു ഭാഗ്യം. ഒരു കാലഘട്ടം വരെ അവൾ ദുഷ്ടൻ്റെ ഭാര്യയായി ജീവിച്ചു, നാബാലിൻ്റെ ഭാര്യയായി. പിന്നെ ഇതാ ദാവീദിൻ്റെ ഭാര്യയായി മാറ്റപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ചോദ്യം ഇതാണ്: നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സമാധാനം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ, നിങ്ങളുടെ സ്വഭാവത്തിലൂടെ ആരുടെയെങ്കിലും ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വലിയ അനർത്ഥത്തിൽ നിന്നും ആരെയെങ്കിലും രക്ഷിക്കുവാൻ നിങ്ങളാൽ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇടപെടലിനാൽ ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കുകയും മറ്റൊരാളിൻ്റെ സ്വഭാവത്തിന് വ്യതിയാനം വരുത്തുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവ പൈതൽ, ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ, ശ്രേഷ്ഠകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ മുൻവരുവിൻ. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ദൈവഭാഗത്ത് നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് വലിയ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: അബീഗയിൽ ദാവീദിനെ യജമാനനെ എന്ന് എത്ര പ്രാവശ്യമാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്? അബീഗയിൽ ദാവീദിനെ യജമാനനെ എന്ന് ആ ഭാഗത്ത് എത്ര പ്രാവശ്യമാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവത്തോട് അടുക്കുക, ദൈവത്തിന് വലിയ ചെയ്യുക, ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, സമാധാനം സൃഷ്ടിക്കുവാൻ, രൂപപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ നല്ല ദാനങ്ങൾക്കായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഓരോ കാലഘട്ടത്തും ദൈവിക മർമ്മങ്ങൾ, ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ, ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്തു പിതാവ്. അബീഗയിലിൻ്റെ നല്ല സ്വഭാവം, അവൾക്കുള്ളിലെ ദൈവികത, ദൈവഭാഗത്തും ദൈവത്തിൻ്റെ അഭിഷിക്തന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും ഒരു വലിയ ദുരന്തത്തെ തടഞ്ഞു നിർത്തുവാൻ അവൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ കാലഘട്ടത്തിലും ക്രിസ്തു വിശ്വാസികളായ ഞങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ ഒരു ദൗത്യം തുടരുവാൻ, അബീഗയിൽ തുടങ്ങിവെച്ച ആ ദൗത്യം തുടരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട അങ്ങയുടെ എല്ലാ മക്കളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അടിയനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിന്റെ മക്കളോട് കൂടിയിരിക്കട്ടെ. ഞങ്ങളേവരെയും ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. അപ്പ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവർക്കായി സ്തോത്രം. ഞങ്ങളെ വഴി നടത്തുന്നല്ലോ, ഞങ്ങളെ പരിപാലിക്കുന്നുണ്ടല്ലോ, ആത്മാവിൽ ബലം നൽകി കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. നന്ദി പിതാവ്. അന്ത്യത്തോളം ഞങ്ങളെ കാത്തു പരിപാലിക്കണം. തിരുകൃപ നിഴലായി ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന കർത്താവ് പ്രിയ യുവ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം അനുഗ്രഹിക്കണം. ഈ ഒരു മാസക്കാലം അത്ഭുതകരമായി വഴി നടത്തണം. അസാധ്യം അതിനെ സാധ്യമാക്കുന്ന ദൈവമപ്പ, ദൈവ ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അന്ത്യത്തോളം കാത്തു പരിപാലിച്ച് വഴി നടത്തുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താറ് ദുഷ്ടങ്ങൾ ലഭിക്കും. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം കൃപയും സമാധാനവും അനുഗ്രഹവും നന്മയും നിങ്ങളെല്ലാ പേരും തലമുറ ഇന്നും വന്ന് സർവദാ സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. പ്രിയരെ, അബീഗയിലിനെ പോലെ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ ദൈവത്തിനു വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.